UDF സീറ്റ് വിഭജനത്തിൽ മുസ്ലിം മതവിഭാഗത്തോടുള്ള അമിത പ്രീണനം, അതൃപ്തിയിൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ. UDFിലെ സാമുദായിക സമവാക്യം മറ്റൊരിക്കലുമില്ലാത്ത വിധത്തിൽ പാണക്കാട് കുടുംബത്തിന് അടിയറ വെച്ചതിൽ UDFിന്റെ അഭ്യുദയകാംക്ഷികളായ മതമേലധ്യക്ഷന്മാർക്ക് പോലും അതൃപ്തി. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും പിടിച്ചെടുത്ത 2 സീറ്റുകൾ പാണക്കാട് തങ്ങൾക്ക് സമർപ്പിച്ചത് VD സതീശന്റെ അമിതമായ മുസ്ലിം പ്രീണനത്തിന്റെ വ്യക്തമായ തെളിവാണെന്നാണ് അവർ പറയുന്നത്. SDPIയെയും ജമാഅത്തെ ഇസ്ലാമിയെയും പ്രീണിപ്പിക്കുവാനാണ് 2 സീറ്റ് അധികം നൽകിയത്. അവരുടെ നിർദ്ദേശമനുസരിച്ച് 2 പേർക്ക് സീറ്റ് നൽകുകയും ചെയ്തുവെന്ന് കോൺഗ്രസുകാർ തന്നെ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. VD സതീശൻ കോൺഗ്രസ് പാർട്ടിയെ മുസ്ലിം സമുദായത്തിന് അടിയറ വെച്ചതിൽ വലിയൊരു വിഭാഗം പാർട്ടിക്കാർക്ക് അമർഷമുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ 2 സീറ്റ് അത് ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾ പ്രതിനിധീകരിച്ചിരുന്ന സീറ്റുകൾ പിടിച്ചെടുത്ത പേയ്മെന്റ് സീറ്റുകളാക്കി മാറ്റിയത് ജോസഫ് വിഭാഗത്തിലും സഭ വിശ്വാസികൾക്കിടയിലും വലിയ ചലനമുണ്ടാക്കിയിട്ടുണ്ട്. VD സതീശന്റെ പിടിവാശിക്ക് മുൻപിൽ ജോസഫ് കീഴടങ്ങിയത് മോൻസ് ജോസഫിന്റെ അമിതമായ സതീശൻ പക്ഷപാതിത്വം കൊണ്ടാണെന്നാണ് ജോസഫ് ഗ്രൂപ്പിലും ചർച്ച. കുട്ടനാട് സീറ്റിനു വേണ്ടി പാർട്ടിയുടെ 2 സീറ്റ് നഷ്ടപ്പെടുത്തിയത് മോൻസ് ജോസഫ് ആണെന്ന വിമർശനമാണ് പരക്കെ ഉയർന്നത്. കുട്ടനാട് സീറ്റ് റിസോർട്ട് മുതലാളിക്ക് വേണ്ടി ഏതുവിധേനയും വാങ്ങിയെടുക്കുക എന്നതിൽ കവിഞ്ഞ മറ്റൊരു ലക്ഷ്യവും മോൻസിനുണ്ടായിരുന്നില്ല. കാരണം തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ കുട്ടനാട് സീറ്റ് പ്രവാസി വ്യവസായിയായ റെജി ചെറിയാന് വലിയ തുകയ്ക്ക് വിറ്റിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. കോട്ടയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ജോസഫ് വിഭാഗത്തിന് വേണ്ടി വലിയ തോതിൽ പണം മുടക്കിയത് റെജി ചെറിയാനാണെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. ആ സീറ്റ് കോൺഗ്രസ് നേതൃത്വം ഉറപ്പാക്കിയതോടുകൂടി മറ്റെന്തു വിട്ടുവീഴ്ച ചെയ്യുവാനും മോൻസ് ജോസഫ് തയ്യാറായിരുന്നു. തൊടുപുഴയിൽ ആരോഗ്യ പ്രശ്നം മൂലം PJ ജോസഫ് മത്സരിക്കേണ്ട എന്ന വാദം ഉയർത്തിയതും മോൻസ് ആണ്. ജോസഫിനെ വീട്ടിലിരുത്തിയാൽ UDF അധികാരത്തിലെത്തിയാൽ തനിക്ക് മന്ത്രിയാകാമെന്ന മോഹമായിരുന്നു അതിനു പിന്നിൽ. കോൺഗ്രസ് പ്രാദേശിക നേതൃത്വവും ഇതിന് കൂട്ടുനിൽക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും മത്സരിക്കണമെന്ന മോഹവുമായി നടന്ന അപ്പുവിന് മോൻസിന്റെ ദുഷ്ട ലക്ഷ്യം കാണുവാൻ കഴിഞ്ഞില്ല. VD സതീശൻ ലവ് ജിഹാദ് പരാമർശത്തിന്റെ പേരിൽ പാലാ ബിഷപ്പിനെ അടക്കം ആക്ഷേപിച്ചത് ഈ തിരഞ്ഞെടുപ്പിലും ചർച്ചയാകുമെന്ന കാര്യം ഉറപ്പാണ്. ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരെ അവസരം കിട്ടുമ്പോഴൊക്കെ വിമർശിക്കുവാനും ആക്ഷേപിക്കുവാനും മുൻകൈയെടുക്കുന്ന VD സതീശൻ മുസ്ലിം സമുദായത്തിലെ ഏണിയായി മാറിയത് മധ്യ തിരുവിതാംകൂറിൽ കോൺഗ്രസിന് വലിയ നഷ്ടമുണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കോൺഗ്രസിൽ പുതുതായി ആരെങ്കിലും ചേർന്നാൽ ആദ്യം അവരോട് പാണക്കാട് പോയി അനുമതി വാങ്ങി വരണമെന്നാണ് സതീശന്റെ നിർദ്ദേശം. മുൻപൊരിക്കലും കോൺഗ്രസിന്റെ മതേതര പാരമ്പര്യം ഇത്തരത്തിൽ കളങ്കപ്പെടുത്താൻ ആരും തയ്യാറായിട്ടില്ല. എന്നിരിക്കെ അധികാരത്തിനു വേണ്ടി ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിക്കുവാനുള്ള സതീശന്റെയും കൂട്ടരുടെയും നീക്കങ്ങൾ UDFിന്റെ വിജയ സാധ്യതയ്ക്ക് മങ്ങൽ ഏൽപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.